കൃപമതി കൃപമതി കൃപമതിയേ കൃപമതി കൃപമതി കൃപമതിയേ കൃപമതി കൃപമതി കൃപമതിയേ കൃപമതി കൃപമതി കൃപമതിയേ ഈ ലോക ജീവിതത്തിൽ തളരാതെ നിൽക്കുവാൻ ഈ ലോക ജീവിതത്തിൽ തളരാതെ നിൽക്കുവാൻ നിൻ കൃപമതി എനിക്ക് നിൻ കൃപമതി എനിക്ക് കാരുണ്യവാ കരുതലിൻ കരം നീട്ടി താങ്ങുന്നവൻ കാരുണ്യവാ കരുതലിൻ കരം നീട്ടി താങ്ങുന്നവൻ കാലിടറുമ്പോൾ കരം പിടിച്ചെന്നെ കാലിടറുമ്പോൾ കരം പിടിച്ചെന്നെ ഉയർത്തുന്നവൻ നീയേ ഉയർത്തുന്നവൻ നീയേ കൃപമതി കൃപമതി കൃപമതിയേ കൃപമതി കൃപമതി കൃപമതിയേ കൃപമതി കൃപമതി കൃപമതിയേ കൃപമതി കൃപമതി കൃപമതിയേ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ അനുദിന ചിന്ത, എന്റെ കൃപ നിനക്ക് മതി. വിശുദ്ധ പൗലോസ് കൊറിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാം ലേഖനം 12-ാം അധ്യായം അതിന്റെ 9-ാം തിരുവചനം. അവൻ എന്നോട് എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. And he said to me, my grace is sufficient for you, for my strength is made perfect in weakness. Most gladly, therefore, will I rather glory in my infirmities, that the power of Christ may rest upon me. പരിശുദ്ധാത്മാവ് ദൈവമേ, ഈ നല്ല ദിനത്തിനായി നന്ദി പറയുന്നു. ഞങ്ങളുടെ ആയുസിന്റെ ഒരു ദിനം കൂടെ കാണുവാൻ അവിടെ ഞങ്ങളെ അനുഗ്രഹിച്ചനായി നന്ദി. പരിശുദ്ധാത്മാവ് ദൈവമേ, അവിടെ ഞങ്ങളെ പഠിപ്പിക്കണം. അവിടുന്നാണല്ലോ തിരുവചനം ഞങ്ങൾക്കായി എഴുതി തന്നത്. അവിടുത്തെ വചനം പറയുന്നു, ദൈവത്തിന്റെ ആത്മാവിനാൽ സകലരും പഠിപ്പിക്കപ്പെടുമെന്ന്. ആത്മാവ് ദൈവമേ, ഞങ്ങളെ പഠിപ്പിക്കണം. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി. അനുഗ്രഹിച്ചനായി സ്തോത്രപ്പ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. My grace is sufficient for you. എന്റെ കൃപ നിനക്ക് മതി. 2 കൊറിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേയുള്ള മനുഷ്യൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. ജീവിതത്തിൽ പുറമേയുള്ള മനുഷ്യനെ വളർത്തിക്കൊണ്ടുവന്നാൽ അകമേയുള്ള മനുഷ്യൻ ശക്തിപ്പെടുകയില്ല. ധാരാളം പ്രാർത്ഥനകൾ യാന്ത്രികമായി ചൊല്ലിയതുകൊണ്ടോ ഒരുപാട് നന്മ പ്രവർത്തികൾ ചെയ്ത് ജീവിച്ചതുകൊണ്ടോ അകമേയുള്ള മനുഷ്യൻ ശക്തിപ്പെടണമെന്നില്ലല്ലോ. ലോകം കാണുന്ന മനുഷ്യനാണ് പുറമേയുള്ള മനുഷ്യൻ. ലോകത്തിന് മുൻപിൽ പുറമേയുള്ള മനുഷ്യനെ എത്ര മോടി പിടിപ്പിച്ച് നിർത്തിയാലും അകമേയുള്ള മനുഷ്യൻ പുഷ്ടി പ്രാപിച്ചില്ലെങ്കിൽ അവരുടെ ജീവിതം ഒരിക്കലും സന്തോഷപ്രദമാകുകയില്ല. എന്നാൽ പുറമേയുള്ള മനുഷ്യൻ ക്ഷീണിച്ചാലും തളർന്നാലും അകമേയുള്ള മനുഷ്യനെ ശക്തിപ്പെടുത്തിയാൽ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും അവർ ഭയപ്പെടാതെ മുന്നോട്ട് തന്നെ നീങ്ങും. നാം എല്ലാവരിലും ദൈവം വസിക്കുന്നു. എല്ലാവർക്കും നിറവായി
സഹായകനായ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ പാപപ്രവൃത്തികൾ മൂലം പരിശുദ്ധാത്മാവിന് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുവാൻ സാധ്യമല്ലാതെ വരുമ്പോൾ പരിശുദ്ധാത്മാവ് ദുഃഖിച്ചുകൊണ്ട് നമ്മിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു. നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്നും കെടുക്കരുതെന്നും വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ അകമേയുള്ള പരിശുദ്ധാത്മാവിന്റെ മൃദുലമായ സ്വരത്തിന് ചെവി കൊടുക്കാതെ പലപ്പോഴും നമ്മളിലെ പുറമേയുള്ള മനുഷ്യനെ ശക്തിപ്പെടുത്തുവാൻ സത്യവഴിയിൽ നിന്ന് നാം വ്യതിചലിച്ചു പോകാറുണ്ട്. അങ്ങനെ വ്യതിചലിച്ച് പോകുമ്പോൾ ദൈവം ചിലപ്പോൾ നമ്മിലെ പുറമേ മനുഷ്യനെ ക്ഷയിപ്പിച്ച് ആത്മീയ മനുഷ്യനെ പോഷിപ്പിക്കുവാൻ ചില കഷ്ടങ്ങളും പരീക്ഷകളും ശോധനകളും രോഗങ്ങളും അനുവദിക്കാറുണ്ട്. വിശുദ്ധ പൗലോസിന്റെ അനുഭവത്തിലെ ഒരു വചനഭാഗം നമുക്കിപ്പോൾ ശ്രദ്ധിക്കാം. 2 കൊറിന്ത്യൻസ് 12-ാം അധ്യായത്തിന്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ്. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ അതെന്നെ വിട്ട് നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അവിടുന്ന് എന്നോട്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. പൗലോസിന് അഹങ്കരിക്കുവാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. എന്തൊക്കെയാണെന്ന് ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം ഒന്ന് വായിച്ചാൽ മതി. എന്നാൽ പുറമേയുള്ള മനുഷ്യൻ അഹങ്കരിക്കാതിരിക്കേണ്ടതിന് അകമേയുള്ള മനുഷ്യൻ ശക്തിപ്പെടേണ്ടതിനും വേണ്ടി ദൈവം നൽകിയ ശൂലം കൃപയോടെ സ്വീകരിച്ച് പുറമേയുള്ള മനുഷ്യനെ ക്ഷയിപ്പിച്ച് അകമേയുള്ള മനുഷ്യനെ ശക്തിപ്പെടുത്തി ധീരതയോടെ സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്തു. ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന പ്രതികൂലങ്ങളും രോഗങ്ങളും മൂലം നമ്മുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകാം. ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങൾ ദൈവം അനുവദിക്കുന്നുണ്ടെങ്കിൽ ദൈവം നമ്മുടെ അകമേയുള്ള മനുഷ്യനെ ശക്തിപ്പെടുത്തി നിത്യ തേജസ്സിന്റെ പ്രതിഫലത്തിനായി നമ്മെ വേർതിരിക്കുകയാണ്. അകമേയുള്ള മനുഷ്യനെ ഈ സന്ദർഭങ്ങളിൽ പ്രാർത്ഥനയാലും വചനത്താലും ഉപവാസത്താലും ശക്തിപ്പെടുത്തി ധീരതയോടെ പ്രത്യാശയോടെ മുന്നോട്ട് കൊണ്ടുപോകണം. അതിനാൽ ജീവിതത്തിലെ വേദനകളിൽ തളർന്നു പോകരുത്. അതിൽ കൂടി നമ്മിലെ അകമേയുള്ള മനുഷ്യൻ ശക്തി പ്രാപിക്കുകയാണ്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വിശുദ്ധ പൗലോസ് പറഞ്ഞ തീരുമാനം നമുക്ക് ശ്രദ്ധിക്കാം. 2 കൊറിന്ത്യർ 4-ാം അധ്യായം 17-18. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നതോ താൽക്കാലികം, കാണാത്തതോ നിത്യം. ഈ തിരുവചനങ്ങളാൽ പരിശുദ്ധാത്മാവ് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ പൗലോസിനെ പോലെ നമുക്കും പ്രാർത്ഥിക്കാം. അപ്പോൾ കർത്താവ് നമ്മളോട് പറയും, നിനക്ക് എന്റെ കൃപ മതി. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കരുണാസമ്പന്നനായ സ്വർഗീയ പിതാവേ, എന്ന് അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരുവാനും പ്രാകാരങ്ങൾ പാർക്കുവാനും ഞങ്ങളെ ആകർഷിച്ചടിപ്പിച്ചതിനായി സ്തോത്രം. എന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുദിനം ഞങ്ങളുടെ ബലഹീനതയിൽ ഞങ്ങൾ തളർന്നു പോകാതെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ മടുത്തു പോകാതെ അവിടുന്ന് നൽകുന്ന കൃപയ്ക്കായി, അത്യന്തം മഹാകൃപയ്ക്കായി നന്ദി പറയുന്നപ്പ. കുടുംബത്തോടെ ഞങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ തന്നിരിക്കുന്ന വിശുദ്ധ ഓട്ടം പൂർത്തീകരിക്കുവാൻ അവിടുത്തെ ഉള്ളം കയ്യിൽ ഞങ്ങളെ വഹിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അന്യോന്യം സ്വർഗീയ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് തളർന്നു പോകാതെ അന്യോന്യം ബലപ്പെടുത്തി ശക്തി പ്രാപിച്ച് ഞങ്ങളെ ഓട്ടം പൂർത്തീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കും. ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളെയും തിരുക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തിരുക്കരങ്ങൾ സമർപ്പിക്കുന്ന കർത്താവേ, അവരുടെ ബുദ്ധിമണ്ഡലത്തെ അനുഗ്രഹിക്കണമേ. അവർ പഠിക്കുന്ന സ്കൂളിലും കോളേജിലും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ ജ്ഞാനത്താൽ മക്കളെ നിറയ്ക്കണമേ. ഹല്ലേലൂയ. സ്വന്തം വിവേകത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാതെ അവിടുത്തെ കൃപയിൽ ആശ്രയിച്ച് ഹല്ലേലൂയ യൗവനത്തിൽ തന്നെ അങ്ങേ അറിഞ്ഞ് അവിടുത്തോട് ചേർന്ന് നടക്കുവാൻ ഞങ്ങളുടെ ഓരോ മക്കളെയും സഹായിക്കണം.
രോഗികളായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സൗഖ്യത്താൽ മക്കളെ പൂർണ്ണ ഹല്ലേലൂയ കൃപയിൽ സൂക്ഷിക്കുന്നതിനായി സ്തോത്രമപ്പ. സൗഖ്യം നൽകുന്നതിനായി നന്ദിയപ്പ. സ്തോത്രം സ്തോത്രം സ്തോത്രം. വാർദ്ധക്യത്തിലായിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെ സമർപ്പിക്കുന്ന, വിശേഷാൽ രോഗാവസ്ഥയിലായിരിക്കുന്നവരെ പ്രത്യേകമായി തിരുക്കരങ്ങളിൽ തരുന്നു. അവിടുത്തെ സൗഖ്യത്തിന്റെ കരം ഓരോ മാതാപിതാക്കളുടെ മേൽ വയ്ക്കണമേ. അവരുടെ വാർദ്ധക്യത്തിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ശാരീരികമായ ക്ലേശങ്ങളെ തരണം ചെയ്യാൻ അവിടുന്ന് അവരെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. ഞങ്ങൾ ഓരോരുത്തരും ഒരിക്കൽ കൂടി അന്യോന്യം പ്രാർത്ഥിക്കുന്നു. ദൂരത്തും ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിട്ടുള്ള ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, ബന്ധുമിത്രാദികളെ, സഹോദരങ്ങളെ ഈ സമയത്ത് പ്രത്യേകമായി സമർപ്പിക്കുന്നു. അവരായിരിക്കുന്ന ഇടങ്ങളിൽ നിന്റെ ഉള്ളം കയ്യിലവരെ വഹിക്കണമേ കർത്താവേ. അവിടുത്തെ കൃപ ഓരോ ദിനവും മക്കൾക്ക് കൊടുത്ത് അവിടുന്ന് അവരുടെ വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കി മുന്നോട്ട് പോകാൻ മക്കളെ സഹായിക്കണം കർത്താവേ. മാനസികമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, ശാരീരികമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരുണ്ടപ്പ, സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് കർത്താവെ. ഭവനപ്പണി തുടങ്ങിയിട്ട് അത് പൂർത്തീകരിക്കാൻ സാധിക്കാതെ കണ്ട് വിഷമിക്കുന്നവരുണ്ട് കർത്താവെ. ഒരു ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങളുടെ ഹൃദയത്തിലെ സകല പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളുടെ സകല ഭാരവും അവിടുത്തെ മേൽ വയ്ക്കുന്നു. അവിടെ ഞങ്ങൾക്കായി കരുതുന്നതിനായി സ്തോത്രം. തക്ക സമയത്ത് അവിടെ ഞങ്ങൾക്കായി കാക്കയെ അഴക്കുന്നതിനായി നന്ദി പറയുന്നു. സ്തോത്രം സ്തോത്രം. ഞങ്ങളുടെ വയലുകളെ അവിടെ നിന്ന് അനുഗ്രഹിച്ചിരിക്കുക സ്തോത്രം. ഞങ്ങളുടെ ഓഫീസുകളെ അനുഗ്രഹിച്ചതിനായി നന്ദി. ഞങ്ങളുടെ ബിസിനസ്സുകളെ അവിടെ നിന്ന് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രപ്പ. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും അവിടെ നിന്ന് പ്രത്യേകമായി അനുഗ്രഹിച്ചിരിക്കാൻ നന്ദി പറയുന്നു. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. എൻ പ്രാണപ്രിയ, എന്നാദിയെല്ലാം മാറ്റുന്നവൻ. പ്രാണപ്രിയ എൻ പ്രാണപ്രിയ, എന്നാദിയെല്ലാം മാറ്റുന്നവൻ. നിന്നെ വിട്ടെങ്ങും ഞാൻ പോകുകയില്ല, നിന്നെ വിട്ടെങ്ങും ഞാൻ പോകുകയില്ല. എന്ന ഭയം നീ, എന്ന ഭയം നീ. കൃപമതി കൃപമതി കൃപമതിയേ, കൃപമതി കൃപമതി കൃപമതിയേ, കൃപമതി കൃപമതി കൃപമതിയേ, കൃപമതി കൃപമതി കൃപമതിയേ.